നൂറുകണക്കിന് വിമാനങ്ങളെയും കപ്പലുകളെയും വിഴുങ്ങിക്കളഞ്ഞ ചെകുത്താന്റെ ത്രികോണത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? 1945 ഡിസംബറിൽ 14 പേരും പൈലറ്റും ഉൾപ്പെടുന്ന US നാവികസേനയുടെ 5 ടോർക്കഡോ ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്നും പറന്നുയർന്നു. ഫ്ലൈറ്റ് 19 എന്നായിരുന്നു ഇവരുടെ ട്രെയിനിങ് മിഷന്റെ പേര്. പിന്നീട് യാത്രക്കിടയിൽ വെച്ച് അന്തരീക്ഷത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ബേസിലുള്ള പ്രവർത്തകർ വിമാനത്തിന്റെ റഡാർ പരിശോധിക്കുമ്പോൾ യാതൊരു സന്ദേശവും ലഭിക്കുകയുണ്ടായില്ല. പിന്നീട് നൂറുകണക്കിന് വിമാനങ്ങളും കപ്പലുകളും കടലിന്റെ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. അമേരിക്കയിലെ പ്യൂട്ടോറിക്കോയ്ക്കും ബർമൂഡയ്ക്കും ഫ്ലോറിഡയ്ക്കും നടുവിലെ ഈ പ്രദേശത്തെ മാധ്യമങ്ങൾ ചില സാങ്കല്പിക രേഖകളാൽ ബർമൂഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുവാൻ ആരംഭിച്ചു. ഒരു വശത്ത് 1000ഓളം മനുഷ്യജീവനെ വിഴുങ്ങിക്കളഞ്ഞ ബർമൂഡ ട്രയാങ്കിളിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു പാരലൽ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് മനുഷ്യന്റെ സാങ്കല്പിക ചിന്തകളിൽ ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ പുസ്തകത്തിൽ ബർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് ലോക ജനത ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തുടങ്ങിയത്. ഭൂമിയുടെ നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഒരേ സ്ഥലത്തായി വരുന്നതിനെയാണ് അഗോണിക് ലൈൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊളംബസ് ഉപയോഗിച്ചിരുന്ന കോമ്പസിന്റെ ദിശയുടെ പ്രവർത്തന രഹിതത്തിന് ഇതായിരിക്കും കാരണമെന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ ബർമൂഡ ട്രയാങ്കിളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കാമെന്നും ശാസ്ത്രലോകം പറയുന്നു. എന്നാൽ ഇപ്പോൾ നിരവധി കപ്പലുകളും വിമാനങ്ങളും ബർമൂഡ ട്രയാങ്കിളിനെ ഇന്നും കടന്നു പോകുന്നുണ്ട്. പക്ഷേ 1000ഓളം ജീവനുകളെ കൊന്നുതിന്ന ബർമൂഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകൾക്ക് ഇന്നും വ്യക്തതകളില്ല. ബർമൂഡ ട്രയാങ്കിളിന്റെ നിഗൂഢതകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?